നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മളെല്ലാവരും സുരേഷ് ഗോപിയുടെ പാട്ടൊക്കെ കണ്ട് അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ചിരിക്കുകയാണല്ലോ. ആ ഒരു അവസരത്തിലാണ് ഒരു കാര്യം നിങ്ങളോട് പറയാമെന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അത്യാവശ്യം നല്ല മോഡി ഭക്തനാണ്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുത്ത ആളാണ്. അദ്ദേഹം കോഴിക്കോടേക്ക് പോകുന്നതിനായി 5 റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടായി. 5 പേർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടായി. അപ്പോൾ 70 രൂപ ഫെയറിൽ ആകെ 350 രൂപയാണ് അദ്ദേഹത്തിന് ചിലവായത്. പക്ഷേ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഒരു 48 മണിക്കൂർ മുമ്പേ അദ്ദേഹത്തിന് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ക്യാൻസൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 5 പേരുടെ ക്യാൻസലേഷൻ ചാർജായ 60 രൂപ, അതായത് 5 × 60 300 രൂപ കഴിച്ച് ബാക്കി 50 രൂപയാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം ഇത് വിളിച്ച് എന്നോട് വളരെ വിഷമത്തോടെ പറഞ്ഞു, ഇങ്ങനെ 50 രൂപയാണ് ക്യാൻസലേഷൻ ചാർജ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് കിട്ടിയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, രാമരാജ്യം വന്നതെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാ മലയാളിയോടും പറയാനുള്ളത്, നമുക്ക് ഒരു സുരേഷ് ഗോപി പാട്ടങ്ങ് പാടിയിട്ട് ആസ്വദിച്ചിരിക്കാം. മണിമുറ്റത്താവണി പന്തൽ മേലാക്കുപോലെ അടിയാരത്തമ്പിളിപ്പന്തൽ, മണിമുറ്റത്താവണി പന്തൽ മേലാക്കുപോലെ അടിയാരത്തമ്പിളിപ്പന്തൽ,